ഗളമുണ്ട് കറുത്തതു നീകരളം. എടേ, മൊത്തം വിഷമാണിത്. ഞാൻ കുടിക്കാം. ഇതാര് കുടിക്കും? ഞാൻ കുടിക്കും. അപ്പൻ കുടിക്കും. ഗളമുണ്ടു കറുത്തതു നീകരളം, കറുത്ത കണ്ഠം. സത്യത്തിൽ അതാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ഒറിജിനൽ ഫോം കണ്ടാൽ നമുക്കറിയാലോ, കറുത്തിരിക്കുന്ന ആ പ്രതിഷ്ഠ. സത്യത്തിൽ ഗുരുവിന് ഈ എഴുതുമ്പോൾ ഗുരുവിൻ്റെ ജീവിതം, ഗുരുവിൻ്റെ സങ്കല്പം, ഗുരുവിൻ്റെ കവിത ഇതൊന്നും തമ്മിൽ വ്യത്യാസമില്ല. ഗളമുണ്ടു കറുത്തതു നീകരളം, കളമുണ്ടതു കൊണ്ടു കൃപാനിധിയെ. വിഷം കുടിച്ചോണ്ടാണ് കൃപാനിധി, അല്ലാതെ വിഷം എടുത്ത് നമ്മുടെ മുകളിൽ തളിച്ചിരുന്നെങ്കിൽ അതെങ്ങനെ കൃപാനിധിയാവും? അപ്പം കുടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ വന്ന് പിടിച്ചല്ലോ പാർവതി. അതാണ് കൺസ്യൂമറിസം. ശിവ, നീ എല്ലാവർക്കും ഉള്ളതാണ്, സമ്മതിച്ചു. പക്ഷെ നീ എൻ്റെതാണ്. സ്വാർത്ഥതയില്ലേ? കാരണം നിന്നെ ഇവരൊന്നും തപസ്സുകൊണ്ട് നേടിയതല്ലല്ലോ. ഇത് കുമാരസംഭവത്തിൽ സാക്ഷാൽ പിനാകി രൂപത്തിൽ വന്ന് ഭഗവാൻ തന്നെ പരീക്ഷിച്ചു. അപ്പനെ, നീ എൻ്റെതാണ്, ചങ്കേ പറ്റൂല, ആ ഗളം, ആ ഗരളം അവിടെ തന്നെ ഇരുന്നു കൊള്ളട്ടെ എന്നൊരൊറ്റപ്പിടി. പക്ഷേ അപ്പം ശിവൻ പറയും, അല്ല, ഞാൻ നിൻ്റേത് മാത്രമല്ല, ഞാൻ എല്ലാവരുടേതുമാണ്. കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ, കളവുണ്ടൊരു സീമ നിനക്കു നഹി. ഗുരു ഉപയോഗിച്ച ഒരേ ഒരു ഹിന്ദി വാക്കായിരിക്കും നഹി. ഗുരുവിൻ്റെ കവിതയിൽ ഹിന്ദിയുണ്ട്. അപ്പം 4 ഭാഷയായോ? പച്ചമലയാളം, സംസ്കൃതം, തമിഴ്, ഹിന്ദി. നഹി നഹി അല്ല, ഞാനീ നഹി അങ്ങനെ എടുത്ത, വേണമെങ്കിൽ ഹിന്ദി, ഓക്കെ. പക്ഷെ ഇതിന് അടിസ്ഥാനപരമായി അത് തന്നെയാണ് അർത്ഥം. ഈ ഹിന്ദുസ്ഥാനി, സാൻസ്ക്രിറ്റ്, നഹി നഹി എടുത്തു. ഇല്ല, കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ, കളമുണ്ടൊരു സീമ നിനക്കു നഹി. നഹി ഇല്ല. കടലോളം കാർമുകിലിനോട് സദൃശമായ സമുദ്രത്തെ അളന്നു തിട്ടപ്പെടുത്താൻ കഴിഞ്ഞെന്നു വരാം. നേരെ മറിച്ച് അപരിമേയമായ പ്രഭാവത്തോടുകൂടിയ അങ്ങയുടെ മഹത്വത്തിന് അതിരുകൽപ്പിക്കാനാവില്ല കടവുളേ നഹി എന്ന് ഗുരു പറയുക. ഈ അരുളാണ്, ഈ അൻപാണ് ഗുരുവിൻ്റെ ദൈവസങ്കല്പം. അപ്പം ഗുരുവിൻ്റെ ദൈവസങ്കല്പവും ഗുരുവിൻ്റെ പ്രകൃതി സങ്കല്പവും തമ്മിൽ വ്യത്യാസമില്ല. ഇത് രണ്ടും ഒന്നാണ് എന്നാണ് അർത്ഥം. കനിവെന്നിലിരുത്തി അനങ്കരസക്കനി തട്ടി എറിഞ്ഞുകരം കഴുകി തനി മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയേ കടലേ കടലേകുക നീ, കനകക്കൊടിയേ കടലേകുക നീ. ഇതേത് കനകം? ജ്വല്ലറിന്ന് കിട്ടണ കനകമല്ല. വൈലോപ്പള്ളി പറയണുണ്ടോ, സൗവർണമാമ്പഴം അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ. ആ മാമ്പഴം ഉണ്ടല്ലോ, കുഞ്ഞ് തട്ടിയിട്ടു. അപ്പോൾ അമ്മ തല്ലി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുഞ്ഞില്ല. അമ്മ നോക്കുമ്പോൾ ആ സൗവർണ മാമ്പഴം പഴുത്ത് കിടക്കുക. ആ സൗവർണത, ആ സുവർണത, ആ കനക സുഗന്ധം ഒരു ജ്വല്ലറിയിലും നമുക്ക് വാങ്ങാൻ പറ്റൂല. അത് പ്രകൃതി അമ്മ നമുക്ക് തരുന്ന സ്വർണമാണ്. ആ കനകക്കൊടിയേ കഴലേകുക നീ. ഇതാണ് ഗുരുവിൻ്റെ ദൈവസങ്കല്പം. അപ്പം ഈ കനകത്തെ ഞാൻ ക്ലാസ് മുറിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കനകം ഈസ് ഈക്വൽ ടു ഗോൾഡ്, മെറ്റാലിക് ഗോൾഡ് എന്ന് ഞാൻ പറഞ്ഞാൽ ആ ഡെഫിനിഷനിൽ തെറ്റുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ പ്രകൃതി സങ്കല്പത്തിലെ, ഈശ്വര സങ്കല്പത്തിലെ ആ മൂല്യത്തെ, വാല്യുവിനെ നമുക്ക് തുക കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ നിജപ്പെടുത്താൻ പറ്റുകില്ല എന്നാണ് ഈ പ്രൂവ് ചെയ്യുന്ന കാര്യം. അപ്പം ചിദംബരാഷ്ടകത്തിലെത്തുമ്പോഴോ അഷ്ടതനു പ്രതിഭാസുരലിംഗം പിഷ്ടപനാഥ വികസ്വരലിംഗം ശിഷ്ടജനാവനശീലിതലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. സാക്ഷാൽ ചിദംബരനാഥൻ്റെ അടുത്ത് പോയി നോക്കണം. ചിദംബരനാഥൻ തില്ലൈ കൂത്തപ്പെരുമാൾ. തില്ലൈ കൂത്തപ്പെരുമാൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വർത്തമാനത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിൽ കാലൂന്നി നിന്ന് നർത്തനം ചെയ്യുന്ന മഹാശിവൻ. ആ ശിവനെ കുറിച്ചിട്ടാണ് ചിദംബര അഷ്ടകത്തിലെ ഈ ഭാഗം. അത് ടെൽ ടെയിൽ ബ്രെയിൻ എന്ന പുസ്തകം, ലോകപ്രശസ്തനായ ന്യൂറോ സയൻറ്റിസ്റ്റ് PS രാമചന്ദ്രൻ്റെ പുസ്തകത്തിൽ ഒരു സന്ദർഭമുണ്ട്. മധുരയിലെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഒരിക്കൽ ടിക്കറ്റ് എടുത്ത്
മ്യൂസിയത്തിലെ ശില്പങ്ങൾ കാണാൻ വന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ നടരാജ വിഗ്രഹത്തിൻ്റെ ചുറ്റിൽ നിന്ന് മാറാതെ കറങ്ങുന്നത് ആളുകൾ കണ്ടുപിടിച്ചു. അപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു കള്ളൻ, അവൻ അടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു ലൂസ്, അരപ്പിരി, അവൻ പറ്റിക്കും, അവൻ ഇതിനെ അടിച്ചുകൊണ്ട് പോകും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ആള് ഈ വിഗ്രഹത്തെ ചുറ്റുന്നു. അവർ ക്യൂറേറ്ററെ വിളിച്ചു, പോലീസിനെ വിളിക്കുക. ഇയാൾ എന്തോ കാണിക്കുകയാണ്, ആ ശില്പം തല്ലി ഉടയ്ക്കും, അല്ലെങ്കിൽ അടിച്ചിട്ട് പോകും. ക്യൂറേറ്റർ പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിന് മുമ്പ് ഇതാരാണെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഐ ആം അഗസ്റ്റോ റൂഡിൻ ബൈ പ്രൊഫഷൻ. അയാൾ പറഞ്ഞു, ഞാനൊരു ശില്പിയാണ്. നിങ്ങൾ എന്നെ കേട്ടിട്ടില്ലല്ലേ? അഗസ്റ്റോ റൂഡിൻ എന്ന ലോകപ്രശസ്തനായ ശില്പിയാണ്. എന്നിട്ട് അയാൾ ക്യൂറേറ്ററോട് പറഞ്ഞത്, മിസ്റ്റർ ക്യൂറേറ്റർ, ഇതെന്തൊരു പ്രതിമയാണ്. ഞാനൊരു ശില്പിയാണ്, ഞാനൊരു നർത്തകനാണ്. പക്ഷെ എൻ്റെ നർത്തനത്തിൻ്റെ ചുവടുകൾ കൊണ്ട് എനിക്ക് ഈ പോസ്റ്ററിനെ അനുകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എത്ര നേരമായി ഈ 360 ഡിഗ്രിയിലുള്ള ഈ ശില്പത്തെ ഒന്ന് അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എന്തൊരു മാത്തമാറ്റിക്സിലാണ് ഈ സാധനം നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഈ അനുഭവം വെച്ചിട്ട് ടെൽറ്റെയിൽ ബ്രെയിനിലെ ഈ സന്ദർഭത്തെ വെച്ചിട്ട് VS രാമേന്ദ്രൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ ഇത് വെച്ചിട്ട് ഞാൻ ഈ ഭഗവാനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, 360 ഡിഗ്രിയിൽ ഭഗവാൻ നർത്തനം ചെയ്യുന്നു. ഇത് പ്രപഞ്ചത്തിൻ്റെ 360 അദ്ദേഹം സ്പർശിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുടിയിഴകൾ ഇങ്ങനെ പാറുന്നു. ഈ പാറുന്ന മുടിയിഴകൾ മേഘത്തെയാണെന്ന് തോന്നുന്നു, പ്രതിഫലിപ്പിക്കുന്നു. അദ്ദേഹം നർത്തനം ചെയ്യുമ്പോൾ അസാധാരണമായ മൊമെൻറ്റം ഓഫ് എനർജി പുറത്തു വരുന്നു. ഈ എനർജിയാണ് ആ ശില്പത്തിലെ അഗ്നിസ്ഫുലിംഗങ്ങളായി നിൽക്കുന്നത്. ഇത് അസാധാരണമായിട്ടുള്ള തലച്ചോറിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രമാണ് എന്ന് തലച്ചോറിൻ്റെ ശാസ്ത്രജ്ഞനാണ് പറയുന്നത്. പക്ഷെ ഗുരു അതിനു മുമ്പ് തന്നെ ഈ ചിദംബര സ്തോത്രം എഴുതി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇനി നമ്മൾ ഈ ശിവലിംഗത്തെക്കുറിച്ച് മനസ്സിലാക്കി നോക്കണം. തൻ മൃദുപാദു ചിദംബരലിംഗം ശിഷ്ടജനാവന ശീലിതലിംഗം. ഇതൊരു ശങ്കരാചാര്യൻ്റെ സ്തുതിയോട് ഇതൊരു അനുകൃതിയാണ് എന്ന തരത്തിലുള്ള വാദമുണ്ടെങ്കിലും ഗുരുവിൻ്റെ ശൈവസങ്കല്പം എന്ന് പറയുന്നത് ഈ എനർജിയുടെ അസാധാരണമായിട്ടുള്ള ഒരു സയൻസിൽ നിന്നുകൂടി രൂപപ്പെടുന്ന ഒന്നാണ് എന്ന് പറയട്ടെ. ഞാൻ എൻ്റെ വർത്തമാനത്തെ ചുരുക്കട്ടെ പ്രിയപ്പെട്ടവരെ. മഹാത്മാഗാന്ധിനെ പറ്റി പഠിച്ചിട്ട് പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഡീപ്പ് ഇക്കോളജി എന്ന ഒരു ചിന്താപ്രസ്ഥാനത്തെ തന്നെ രൂപപ്പെടുത്തിയ ആരൻ നെയ്സ് എന്ന നോർവീജിയൻ മലകയറ്റക്കാരനുണ്ട്. ഈ ആരൻ നെയ്സിൻ്റെ ഒരു ഫിലോസഫിയും MT വാസുദേവൻ നായരുടെ നോവലും ഉപയോഗിച്ചിട്ട് ഞാനൊരു പഠനം കുറേ നാൾ മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ചെയ്തിരുന്നു. MTയുടെ നോവലുകളിലെല്ലാം മലകയറ്റമുണ്ട്. മലയുടെ മുകളിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായി അറിയുന്നത് എന്ന് പറയണ ഒരു ഫിലോസഫി നെയ്സിനെ വെച്ച് വായിച്ചിട്ട് ഞാൻ ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്കിത് സാധൂകരിക്കണം. സൗന്ദര്യശാസ്ത്രത്തിൽ എൻ്റെ ഈ ഹൈപ്പോത്തിസിസിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതാ കിടക്കുന്നു സൗന്ദര്യലഹരിയിൽ ശിവനുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത. അത് ഭഗവാൻ ശിവന് പാർവതിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ നിതംബ ഗുരുത്വം കേൾക്കുമ്പോൾ അശ്ലീലാണെന്ന് വിചാരിക്കും. പാർവതിയുടെ നിതംബ ഗുരുത്വമാണ് ഹിമവാൻ സ്ത്രീധനായിട്ട് കൊടുത്തത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരാൾ വിചാരിക്കും എന്തൊരു അശ്ലീലമാണിത്. പക്ഷെ അങ്ങനല്ല. എന്നിട്ട് പറയുന്നുണ്ട്, നടരാജഗുരു ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. നാം ഭൂമിയുടെ വിസ്താരത്തെക്കുറിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നത് ഭൂമിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മോഹൻലാൽ പരസ്യത്തിൽ പറയുന്നത് ചായക്ക് ഏറ്റവും കൂടുതൽ രുചി കിട്ടുന്നത് ഫ്ലൈറ്റിൽ സഞ്ചരിച്ച് കുടിക്കുമ്പോഴാണ്. ശരിയാണത്. ഉയരത്തിൽ നിന്ന് കുടിക്കുമ്പോഴാണ് ടീക്ക് രുചി കൂടുതലെന്ന് പറയണ പോലെ ഭൂമിയുടെ വിസ്താരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണത് അതിൻ്റെ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോഴാണ്. ഇത് അശ്ലീലമല്ല, ഫിലോസഫിയാണെന്ന് നടരാജഗുരു സൗന്ദര്യലഹരിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ പുതിയ എഡിഷൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നെയ്സിൻ്റെ ഈ തത്വചിന്തയെ ഞാനൊന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊരിടത്ത് ഞാൻ വായിക്കുകയാണ്, ലൈഫ്സ് ഫിലോസഫി, റീസൺ ആൻഡ് ഫീലിംഗ് ഇൻ എ ഡീപ്പർ വേൾഡ്. നാം കാണുന്ന ഈ ഉപരിലോകമല്ല, അപാരവും അഗാധവുമായ ലോകത്തിൻ്റെ ഫിലോസഫിയിലേക്ക് നമുക്കൊന്ന് പോകാം. Thus we have a hypothesis which may be expressed in a mere 4 words. നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ ഫിലോസഫിയെ 4 വാക്കുകൾ കൊണ്ട് ഒരു ഹൈപ്പോത്തറ്റിക്കലായി ചുരുക്കി പറയാൻ പറ്റും. വിത്തൗട്ട് ഫീലിങ്സ് നോ ചേഞ്ച്. ഫീലിംഗ് ഇല്ലാതെ ഒരു മാറ്റവും സാധ്യമല്ല. ഫീലിംഗ് ഉണ്ടെങ്കിലേ മാറ്റം സാധ്യമാകും.
അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരു എന്ത് ഫീലിംഗാണ് നമുക്ക് തന്നത്? ഗുരു നോക്കുമ്പോൾ നിശ്ചേഷ്ടരായിരിക്കുന്നു. അതാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, ഉത്തിഷ്ഠത ജാഗ്രത. ഒന്ന് അനങ്ങ്, കർമ്മോദ്യുക്തരാവ്, അല്ലെങ്കിൽ ഈ നാട് നശിച്ചു പോകും. ഒന്ന് അനങ്ങ്. നോക്കിയിട്ടും പലരും അനങ്ങുന്നില്ല. ഗുരു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി, ഈ വൈറ്റാലിറ്റി എന്ന് പറയുന്ന ഫോഴ്സ് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലുമുണ്ട് പ്രകൃതിയുടെ ആ അനുരണം. അതിനെങ്ങനെ ഒന്ന് ഉത്തേജിപ്പിച്ചാൽ മതി, എല്ലാവരും നന്നായിക്കൊള്ളും. ഗുരു അതാണ് പറഞ്ഞത്, അക്ഷരമില്ലാത്തവർക്ക് അക്ഷരം കൊടു, ഉടുപുടവയില്ലാത്തവർക്ക് ഉടുപുടവ കൊടു, വൃത്തിയില്ലാത്തവർക്ക് വൃത്തി കൊടുക്ക്, അന്നമില്ലാത്തവർക്ക് അന്നം കൊടുക്ക്, എന്നിട്ട് അവരുടെ ഫീലിങ്സിനെ ഉത്തേജിപ്പിക്കുക. ഈ ഫീലിങ്സിനെ ചൂഷണം ചെയ്യുക എന്നുള്ളതല്ല ഗുരു ചെയ്തത്. ട്രാൻസ്ഫർമേഷൻ ഓഫ് എ നെഗറ്റീവ് ഇമോഷൻ ടു എ പോസിറ്റീവ് വൺ ക്യാൻ ഹാവ് ഗ്രേറ്റ് കോൺസിക്വൻസസ്. ഈ നെഗറ്റീവ് ഫീലിങ്സിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറ്റും. ഇതാണ് ഗുരു ശുദ്ധിയെപ്പറ്റി പറഞ്ഞപ്പോഴും നമ്മൾ ചെയ്ത കാര്യം.